റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി കർശന നടപടി സ്വീകരിക്കുകയാണ്. പലപ്പോഴും നേരത്തെ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞത് MVDയും ഒപ്പം തന്നെ പോലീസും സംയുക്തമായി പരിശോധന നടത്തുമെന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കർശന നടപടികൾ MVDയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴും അസൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരും വാഹനങ്ങളും ഫണ്ടുമില്ല. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടി കർശനമായിട്ടുള്ള പരിശോധന നടത്താനാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അസൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ആ സംഘടനയുടെ നേതാവായിട്ടുള്ള AS വിനോദ് സാർ മീഡിയയോടൊപ്പം ചേരുകയാണ്. കർശനമായ സ്പെഷ്യൽ ഡ്രൈവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ വളരെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് റോഡിലിറങ്ങാൻ സമയമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മതിയായ കണ്ടീഷനുള്ള വാഹനങ്ങളില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ പരിമിതികൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ വാഹനത്തിന് ഡ്രൈവർമാരില്ല. ഡ്രൈവറുടെ ജോലി, ഓഫീസിലെ ക്ലർക്കന്മാരുടെ ജോലി, പിന്നെ ഒരു OAയുടെ ജോലി, അതുപോലെ ഈ CPO റാങ്കിലുള്ള, അതായത് പ്രോസിക്യൂഷനൊക്കെ കൊടുക്കുമ്പോൾ ചാർജ് തയ്യാറാക്കാനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനും കോടതി നടപടികളിൽ എന്നും അവിടെ ബന്ധപ്പെടാനുമുള്ള CPOമാരുടെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം, ഇതെല്ലാം ഏകരായിട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പം മോട്ടോർ വെഹിക്കിളിലെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ ഡ്യൂട്ടി ടൈമിൻ്റെ ബഹുഭൂരിപക്ഷ സമയവും നമ്മൾ ഓഫീസുകളിൽ മറ്റു വർക്കുകളിലൊക്കെ വ്യാപൃതരാവേണ്ട ഒരു അവസ്ഥയിൽ നമ്മുടെ ഔട്ട്പുട്ട് കുറയുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സത്യമാണ്. അതിൽ നമുക്ക് ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസുകളിൽ പിഴ അടയ്ക്കാനായിട്ട് നേരിട്ട് വരുന്നവരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അതിന് ചില ഇൻ്റർനെറ്റ് പ്രശ്നവും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ റോഡിലിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ക്ഷാമമില്ല, പക്ഷേ വാഹനങ്ങളുടെ ക്ഷാമം ഉണ്ടെന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത്. 365 ദിവസവും 24 മണിക്കൂറും റോഡിലുണ്ടാകുന്ന രീതിയിലാണ് ഇത്. ഈ സേഫ് കേരള 2018 ആ കൺസെപ്റ്റിലാണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ആദ്യ പാദത്തിലെ പോസ്റ്റിംഗ് മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ട് നമുക്ക് 365 ദിവസവും 24 മണിക്കൂർ റോഡിൽ കാണാനുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ജനുവരി 16 വരെയൊക്കെ സ്പെഷ്യൽ ഡ്രൈവ് നടത്താനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാഹനങ്ങളില്ല, വാഹനങ്ങൾക്ക് ഇന്ധനമില്ല. ഇപ്പോൾ ഇന്ധനം അടിക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത കമ്മീഷണർ തന്നെ റോഡ് സേഫ്റ്റി കമ്മീഷണർക്ക് കത്തയച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ദാരിദ്ര്യമുണ്ടോ മോട്ടോർ വാഹന വകുപ്പിൽ? തീർച്ചയായിട്ടും 6000 കോടി രൂപ പ്രതിവർഷം ടാക്സ് ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് നേടിത്തരുന്ന മോട്ടോർ വാഹന വകുപ്പിന് വെറും ഒരു 100 കോടി രൂപ ഉണ്ടെങ്കിൽ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ജനത്തിൻ്റെ ജീവന് ഇത്രയും വില ഉണ്ട് സർക്കാരിനെ സംബന്ധിച്ച്. ഹോം ഗാർഡുകളൊക്കെ വേണമെന്ന് നമ്മൾ നേരത്തെ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുകയും പക്ഷേ അത് സർക്കാർ നിരസിക്കുകയാണ് പഴയ കാലത്തുണ്ടായത്. ഇനി പുതിയ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം വളരെ ആക്റ്റീവാണ്, അദ്ദേഹം വളരെ തൽപരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ നമുക്ക് ഹോം ഗാർഡുകളെങ്കിലും കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ റോഡിൽ കർശനമായിട്ടുള്ള പരിശോധന നടത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അസൗകര്യങ്ങൾ കാരണം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സർക്കാർ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നതാണ് ആവശ്യം. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം RB സനൂപ്, മീഡിയ 1.